നമുക്കിനി ഇന്ന് സംഭവിക്കാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. ഇന്ന് ഇത് സംഭവിക്കും. റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുന്നോടിയായി സൈനിക പോലീസ് പഠനങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. പത്മ പുരസ്കാരങ്ങളും പ്രഖ്യാപിക്കുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആഘോഷങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് രാജ്യം. പഞ്ചാരക്കൊല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാരം ഇന്നാണ്. നരഭോജി കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതമാണ്. വനത്തിനുള്ളിൽ RRT സംഘം രാവിലെ മുതൽ തെരച്ചിൽ തുടങ്ങും. തെരച്ചിലിനായി കുങ്കി ആനകളെയും ഇന്ന് എത്തിക്കും. മാനന്തവാടി നഗരസഭയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താലും ആരംഭിച്ചിട്ടുണ്ട്. നേമം സഹകരണ ബാങ്കിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് നിക്ഷേപ കൂട്ടായ്മയുടെ പട്ടിണിക്കഞ്ഞി സമരമുണ്ട്. കഴിഞ്ഞ 7 മാസമായി പണം തിരികെ നൽകാത്തതിലാണ് ഇവരുടെ പ്രതിഷേധം. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ നടപടി വൈകുന്നതിലാണ് പ്രതിഷേധം. KPCC പുനഃസംഘടനയിൽ ഹൈക്കമാൻഡിന്റെ അന്തിമ ചർച്ചകൾക്ക് മുന്നോടിയായി കണ്ണൂരിൽ ഇന്ന് നിർണായകമായ ഒരു കൂടിക്കാഴ്ചയുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ KPCC അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. VD സതീശൻ നയിക്കുന്ന UDF മലയോര സമരയാത്രയ്ക്ക് ഇന്ന് തുടക്കമുണ്ട്. ഇരിക്കൂറിലെ കരുവഞ്ചാലിൽ ഇന്ന് തുടങ്ങി ഫെബ്രുവരി 5-ന് തിരുവനന്തപുരം അമ്പൂരിയിലാണ് ഈ യാത്ര സമാപിക്കുക. CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. എറണാകുളം ടൗൺ ഹാളിൽ 27 വരെ പ്രതിനിധി സമ്മേളനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ 10:30 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 417 പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുക്കുക. ഹമാസ് ബന്ദികളാക്കിയ 4 വനിതാ സൈനികരെ ഇന്ന് മോചിപ്പിക്കും. ഇസ്രായേൽ 200ഓളം പലസ്തീൻ തടവുകാരെയും ഇന്ന് മോചിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെടിനിർത്തൽ കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതനുസരിച്ച് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന 120 തടവുകാരെയും മറ്റ് 80 തടവുകാരെയും മോചിപ്പിക്കുമെന്നാണ് കരുതുന്നത്. YSR കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് V വിജയസായി റെഡ്ഡി ഇന്ന് രാജ്യസഭാ അംഗത്വം രാജിവെക്കും. രാജിവെക്കാൻ ആരിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നില്ലെന്നും ആരും തന്നെ സ്വാധീനിച്ചിട്ടില്ലെന്നും വിജയസായി Xൽ പങ്കുവച്ചു. YSR കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് 2 തവണ വിജയസായി രാജ്യസഭയിലെത്തിയിട്ടുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ 3ാമത്തെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കുകയാണ്. സൗജന്യ യാത്ര, കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമടക്കം പത്രികയിൽ വാഗ്ദാനമുണ്ടാകുമെന്ന സൂചന. അമിത്ഷായുടെ റാലി ഇന്ന് വൈകിട്ട് ഉണ്ടാകും. തൈക്കാട് ഗസ്റ്റ് ഹൌസ് മുതൽ വനവകുപ്പ് ആസ്ഥാനം വരെയുള്ള റോഡിൽ ഇന്ന് ഭാഗികമായി ഗതാഗത നിയന്ത്രണമുണ്ടാകും. വനവകുപ്പ് ആസ്ഥാനം മുതൽ തൈക്കാട് ഗസ്റ്റ് ഹൌസ് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും ഇന്ന് പാർക്കിംഗ് അനുവദിക്കില്ല. കാറിംഗ് നടക്കുന്ന ട്രാക്കിന് എതിർവശത്ത് കൂടി ഇരുവശങ്ങളിലുമുള്ള വാഹനങ്ങൾ കടത്തിവിടും. നിയന്ത്രണം രാവിലെ 6 മണി മുതൽ ഉണ്ടാവും. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം T20 മത്സരം ഇന്നാണ്. ചെന്നൈ AA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ആദ്യ മത്സരത്തിലെ ടീമിൽ ഒരു മാറ്റമുണ്ടാകും ഇന്ത്യക്ക്. കാരണം മുഹമ്മദ് ഷമി ടീമിൽ തിരിച്ചെത്തും. ഈ മത്സരം ജയിച്ച് 5 മത്സരങ്ങളുടെ പരമ്പര 2-0 മുന്നിലെത്തിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ISL നിന്ന് FC ഗോവ ചെന്നൈയിൻ FCയെ നേരിടും. മത്സരം ഇന്ന് വൈകിട്ട് 7:30-ക്കാണ്. 16 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റുമായി ഗോവ ലീഗിൽ 2ാം സ്ഥാനത്തുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളും ആഴ്സണലും ഇന്ന് കളത്തിലിറങ്ങും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ലിവർപൂളിന്റെ ആൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. മത്സരത്തിൽ 1-2 സ്ഥാനത്താണ് ലിവർപൂളും ആഴ്സണലും.